കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 147 സങ്കീർത്തനം അതിൻ്റെ 6 വാക്യം. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. ദൈവം ആരെയാണ് ഉയർത്തുന്നത്, ആരെയാണ് താഴ്ത്തുന്നത് എന്നാണ് ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനത്തിൽ നിന്ന് നമ്മൾ പല മേഖലകൾ, പല വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും താഴ്മയോടെ നിന്ന് പലരെയും ദൈവം ഉയർത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഹങ്കാരത്തോടും ദുഷ്ടത പ്രവർത്തിച്ച പലരെയും ദൈവം താഴ്ത്തിയതായിട്ട് നമ്മൾ തിരുവചനത്തിലൂടെ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, ബാബിലോണിനെ ഭരിച്ചുകൊണ്ടിരുന്ന നെബൂഖദ്നേസർ രാജാവ്, അല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കൽ ഈ പട്ടണത്തിൻ്റെ മനോഹാരിതയും അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയെല്ലാം കണ്ടിട്ട് ഇത് താനാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എന്താ സംഭവിച്ചത്? അങ്ങനെ അഹങ്കരിച്ച നെബൂഖദ്നേസർ രാജാവിന് കാളയെ പോലെ പുല്ല് തീറ്റിച്ച ഒരു ദൈവപ്രവർത്തിക്ക് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ സ്തോത്രം, അഹങ്കാരത്തോടും ദുഷ്ടതയോടും ചിന്തിച്ച വ്യക്തികളെ ദൈവം നിലത്തോളം താഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ താഴ്മയോട് നിന്ന വ്യക്തികളെ ദൈവം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വനാന്തരങ്ങൾക്കകത്ത്, കാടുകൾക്കകത്ത് പാട്ടും പാടി നടന്ന ദാവീദ് എന്ന ദൈവ മനുഷ്യനെ ഇസ്രായേലിൻ്റെ രാജകീയ സ്ഥാനത്ത് കൊണ്ടുവന്നത് അവൻ്റെ താഴ്മയാണ്. സ്തോത്രം, പ്രതികരിക്കാൻ സാഹചര്യമുണ്ടായിരുന്നിട്ടും പ്രതികരിക്കാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഇടം കൊടുത്തൊരു മനുഷ്യനായിരുന്നു യോസെഫ്. അവനെ ദൈവം ഉയർത്തിയത് അതവൻ്റെ താഴ്മയാണ് അതിന് കാരണമായതെങ്കിൽ ഇന്ന് സ്തോത്ര പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കുക: ദൈവം നമ്മളെ ഉയർത്തും. താഴ്മയോടെ ഇരുന്നാൽ കർത്താവ് നമ്മളെ നിശ്ചയമായിട്ട് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. തിരുവചനം ഇങ്ങനെ പറയുന്നു: നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ നൽകുന്നു. അപ്പോൾ താഴ്മയോടെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഉയർച്ചയുടെ മേൽ ഉയർച്ച തരാൻ വിശ്വസ്തനാണ്. എന്നാൽ സ്തോത്രം, നമ്മൾ അഹങ്കാരം കാണിക്കുകയോ ഇല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ കഴിവെന്നോ നമ്മുടെ ബുദ്ധിയെന്നോ നമ്മുടെ ചിന്തയെന്നോ ഒക്കെ പറഞ്ഞ് ഉള്ള ചിന്തകൾ കടന്നു വന്നാൽ നിശ്ചയമായിട്ടും തിരുവചനത്തെ ആധാരമാക്കി ഞാൻ പറയാം, നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നിഗളം എന്ന് പറയുന്നത്. അവൻ വീഴുന്നതിന് മുൻപ് അവൻ്റെ ജീവിതത്തിൽ നിഗളം സംഭവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, താഴ്മയോടെ ദൈവത്തിൽ നിന്നാൽ കർത്താവ് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഫിലിപ്പി ലേഖനം 2 പഠിക്കുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവൻ സ്തോത്രം കർത്താവിനോട് ചേർന്നിരിക്കെ, അല്ലെങ്കിൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സദൃശ്യം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് വചനം ഇങ്ങനെ പറയുന്നു: ക്രൂശിലെ മരണത്തോളം പിതാവിന് അവൻ കീഴ്പ്പെട്ട്. എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും മേലായ നാമം നൽകി. സ്തോത്രം, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ക്രൂശിലെ മരണത്തോളം പിതാവിന് കീഴ്പ്പെട്ട യേശുവിനെ ഏറ്റവും മേലായ നാമം നൽകി ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ പുത്രനായ ക്രിസ്തുവിനെ ഇരുത്തുന്ന ഒരു ഭാഗത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും: താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന നിശ്ചയമായിട്ട് കർത്താവ് നമ്മെ ഉയർത്തുവാൻ ശക്തനാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് സ്തോത്രം സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.